മക്കളെ മയക്കുമരുന്നുമായി ആലപ്പുഴ മുഹമ്മ ചേട്ടാ ഇന്നലെ തന്നെ മുട്ടായി ഉണ്ടോ? കൂട്ടുകാർക്ക് കൂടെ കൊടുത്തോ. ശരി ചേട്ടാ. എന്റെ കയ്യിലെന്തോന്നാ വാച്ച് പോടാ. സൂപ്പർ മുട്ടായി. ഞാൻ ഇതുപോലത്തെ മുട്ടായി ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല ഇതേപോലത്തെ മിഠായി. സത്യം. പക്ഷെ ഇതിന് എവിടെ നിന്ന് കിട്ടോടാ? വാടാ നമുക്ക് അവന്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാം. എടാ നീ രാവിലെ തന്ന മുട്ടായി നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ചേട്ടാ സ്കൂളിലേക്ക് വരുന്ന ചേട്ടൻ തന്നതാ. അവിടെ നമുക്ക് ആ ചേട്ടനടുത്ത് പോയി ചോദിക്കാം. ചേട്ടാ അതിന് നാളെ രാവിലെ കിട്ടുള്ളൂ. പോരത്തിന് പൈസയും കൊടുക്കണം. ആടാ ചേട്ടാ മുട്ട ഉണ്ടോ? പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ പൈസ ഉണ്ടാട്ടോ. ഇതല്പം രുചി കൂടിയ മുട്ടായ, അതുകൊണ്ട് ഇച്ചിരി വിലയും കൂടുതലാ. അപ്പോഴത്തേക്ക് പോട്ടെ. എടാ ഭയങ്കര തലവേദന, തല വെട്ടിപ്പൊളക്കണ പോലെ തോന്നുന്നു. ഇതെന്താടാ ഇത്? എന്റെ തലയൊക്കെ ഒരുമാതിരി ആവുന്നു. ഭാര്യ ഇറക്കി വെച്ച് വരുന്നുണ്ട്. ആടാ എനിക്ക്
ശേഷം ഒരുപക്ഷെ ഈ സർക്കാർ നടത്തിയ ഏറ്റവും വലിയ ഡ്രൈവാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് തുടങ്ങിയ സമയത്ത് പലപ്പോഴും നടക്കുന്ന പരിശോധനകളെല്ലാം തൂഫാൻ എന്നുള്ള പേരിൽ എന്താ അച്ഛാ ന്യൂസ്? പല മതങ്ങളിലും കയറി മക്കളെ, നമ്മളെ സ്കൂളുകളിലും സമൂഹത്തിലും കണ്ടുവരുന്ന മയക്കുമരുന്ന് കച്ചവടം നിർത്താനുള്ള സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ അതെങ്ങനെ പ്രവർത്തിക്കുന്നേ? നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് കച്ചവടം വല്ല കാണുകയാണെങ്കിൽ 9497979794 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ ഇതിന് ഉടനെ തന്നെ നടപടികൾ സ്വീകരിക്കും. എന്നിട്ട് നമ്മുടെ മയക്കുമരുന്ന് മാഫിയനെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിക്കാം. അച്ഛാ ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോൺ ഒന്ന് എടുക്കണേ. ഹലോ തൂഫാൻ. എല്ലാവരും ഇരിക്കും. നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. മക്കളെ, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? സാർ, അത് നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു ഇടവഴിയിൽ നിന്ന് ചേട്ടൻ തന്നതാണ്. മക്കളെ, നിങ്ങളുടെ ഇടയിൽ മിഠായി രൂപത്തിൽ ലഹരി മരുന്നുകൾ ഉണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇന്നലെ കാസർഗോഡ് മേലാപ്പറമ്പിൽ മിഠായി ഫാക്ടറിയിൽ നിന്ന് പിടികൂടിയത് കുട്ടികൾക്ക് വേണ്ടി ലഹരി മരുന്നുകൾ നിറച്ച ധാരാളം മിഠായികളായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി സർക്കാർ രൂപീകരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുമായി പൊതുജനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഓരോ തൂഫാൻ ബാരിയറായി മാറും. പിന്നെ നിങ്ങൾക്കെന്നും മിഠായി തരുന്ന ആ ചേട്ടനുണ്ടല്ലോ, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ലച്ചാ, ഇന്നില്ലായിരുന്നു, ഇനി നാളെ ഉള്ളൂ. ഹലോ, നമസ്കാരം. അമൽ ചെയ്യുന്നു. ഞാൻ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം താങ്കളുടെ മകനാണ് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ വിളിക്കുകയും പല വിവരങ്ങൾ നൽകുകയും ചെയ്തു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ പല മയക്കുമരുന്ന് മാഫിയകളെ പിടിക്കാൻ സാധിച്ചു. അവന്റെ ആ പ്രവൃത്തി കാരണം മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുന്ന അവന്റെ പ്രവൃത്തികൾ. അവൻ ഇനിയും ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ. അഭിനന്ദനങ്ങൾ.